നെക്സ്റ്റ് ആണ് കളർ എന്ന് പറയുന്ന ക്ലാസ്. നമ്മൾ ഗ്രാഫിക്സ് ക്ലാസ്സിൽ പറയുന്നതാണ് ഈ കളർ ഫോണ്ട് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമുക്ക് കളർ എന്ന് പറയുന്ന ക്ലാസ് ജാവയിൽ എന്താണെന്ന് നോക്കാം. സോ കളർ നമ്മൾ എഴുതുന്നത് 3 ടൈപ്പായിട്ടാണ്. അപ്പോൾ 3 കൺസ്ട്രക്റ്റേഴ്സ് ആയിട്ടാണ് നമ്മൾ ഈ കളർ എന്ന് പറയുന്ന ക്ലാസ്സിന് എഴുതാൻ പറ്റും. ഒന്നെന്ന് പറയുന്നത് ഫസ്റ്റ് കൺസ്ട്രക്ടർ നമ്മൾ എഴുതുന്നത് കളറ് ബ്രാക്കറ്റിനകത്ത് നമ്മൾ 3 പാരാമീറ്റേഴ്സ് പാസ് ചെയ്യും, ഇൻറ്റിജർ വാല്യൂസ് പാസ് ചെയ്യും. അതായത് നിങ്ങൾക്കറിയാം RGB വാല്യൂസ്, റെഡ് കമ്പോണൻറ്റ്, ഗ്രീൻ കമ്പോണൻറ്റ്, ബ്ലൂ കമ്പോണൻറ്റ്. ഓക്കെ, അപ്പോൾ റെഡിൻ്റെ വാല്യൂ, ഗ്രീനിൻ്റെ വാല്യൂ, ബ്ലൂവിൻ്റെ വാല്യൂ. അപ്പോൾ 0 to 255 ഇടയിലായിരിക്കും നമ്മൾ ഈ വാല്യൂസ് വരിക, RGB വാല്യൂസ്. സോ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്താണോ വാല്യൂ കൊടുക്കുന്നത് അതിനനുസരിച്ചിട്ട് നമുക്കുള്ള കളർ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഇനി രണ്ടാമത്തതാണ് കളർ പാരാമീറ്ററായിട്ട് RGB വാല്യൂ. ഒറ്റ പാരാമീറ്ററേ ഉള്ളൂ. അത് ചില സമയത്ത് എല്ലാ കളറിനും സെയിം വാല്യൂ ആയിരിക്കും വരിക. അത്തരം ടൈമിൽ നമ്മൾ ഒറ്റ വാല്യൂ പാസ് ചെയ്താൽ മതി. അതാണ് നമ്മൾ ഈ കൺസ്ട്രക്ടർ കൊണ്ട് യൂസ് ചെയ്യുന്നത്. ഇനി മൂന്നാമത്തതാണ് നമ്മൾ ഫ്ലോട്ടിംഗ് ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഫ്ലോട്ട് റെഡ്, ഫ്ലോട്ട് ഗ്രീൻ, അതുപോലെ ഫ്ലോട്ട് ബ്ലൂ. ഓക്കെ, അപ്പോൾ 3 ടൈപ്സാണ് കൺസ്ട്രക്റ്റേഴ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. 3 ഫോംസ് ഉണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ ഇൻറ്റിജർ വാല്യൂസ്, പിന്നെ ഫ്ലോട്ടിംഗ് വാല്യൂസ്, പിന്നെ സെയിം വാല്യൂ വരുമ്പോൾ ഒറ്റ വാല്യൂ നമ്മൾ പാസ് ചെയ്യുന്ന RGB വാല്യൂ. അപ്പോൾ ഇതാണ് നമ്മൾ കളർ സപ്പോർട്ട് ചെയ്യുന്ന 3 ഫോമുകൾ. ഇനി കളറിൽ കുറേ മെത്തേഡുകളുണ്ട്. അപ്പോൾ അതിൽ ഫസ്റ്റ് വണ്ണാണ് ഹ്യൂ സാച്ചുറേഷൻ ബ്രൈറ്റ്നെസ്, HSB എന്ന് പറയും. ഓക്കെ, അതാണ് ഫസ്റ്റ് എന്ന് പറയണത്. അതായത് നമ്മൾ പറയാറുള്ള RGB വാല്യൂവിൻ്റെ ഒരു ആൾട്ടർനേറ്റീവാണ് ഈ HSB എന്ന് പറയണത്. അപ്പോൾ നമുക്ക് RGBനെ HSBയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതായത് HSB കളേഴ്സിന് നമുക്ക് RGBയിലേക്കും കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടി 2 ടൈപ്പ് മെത്തേഡുകളാണുള്ളത്. ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് HSBനെ RGBയിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടി HSBനെ RGBയിൽ കൺവേർട്ട് ചെയ്യാനുള്ള ഫംഗ്ഷനാണ് ഇൻബിൽട്ട് ഫംഗ്ഷൻ HSB ക്യാപിറ്റൽ ടു RGB. ഓക്കെ, അതിൽ നമ്മൾ ഇപ്പോൾ HSBനെ RGBയിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള HSB വാല്യൂ ആണ് പാരാമീറ്ററായി പാസ് ചെയ്യുക. സോ ഹ്യൂ പാസ് ചെയ്യും, സാച്ചുറേഷൻ പാസ് ചെയ്യും, ബ്രൈറ്റ്നെസ് പാസ് ചെയ്യും. നമുക്ക് അതേപോലെ RGBനെ HSBയിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഉള്ള മെത്തേഡ് എന്തായിരിക്കും? RGB ടു HSB. അപ്പോൾ അതിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് RGB ടു HSB എന്നുള്ള പറഞ്ഞ ഫംഗ്ഷൻ. അപ്പോൾ ഫ്ലോട്ട് ഒരു അറേ ആക്കിയിട്ട് എഴുതിയിട്ട് RGB ടു HSB നമ്മൾ RGBനെ HSBയിലേക്ക് ആക്കില്ലേ. അപ്പോൾ സോ RGB വാല്യൂസ് പാസ് ചെയ്യും, ഒപ്പം ഒരു ഫ്ലോട്ടിംഗ് വാല്യൂയും കൂടി പാസ് ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മുടെ കളർ എന്ന് പറഞ്ഞ മെത്തേഡിനകത്തുള്ള 2 ഇൻബിൽട്ട് ആയിട്ടുള്ള ഫംഗ്ഷൻ, RGBനെ HSBയിലേക്ക് ആക്കാനും HSBനെ RGBയിലേക്ക് ആക്കാനും. ഇനി നമുക്കൊരു സാമ്പിൾ പ്രോഗ്രാം നോക്കാം. അതിന് മുന്നേ നമുക്ക് വേറെയും കുറച്ച് മെത്തേഡുകളും കൂടി ഉണ്ട്. അതായത് നമുക്ക് RGB കമ്പോണൻസ്, RGB വാല്യൂസ് നമുക്ക് റിട്രീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡുകളാണ് ഗെറ്റ് റെഡ്, ഗെറ്റ് ഗ്രീൻ, ഗെറ്റ് ബ്ലൂ. ഇപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് റെഡ്, അതായത് കളർ വാല്യൂസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും, നമുക്ക് റിട്രീവ് ചെയ്യാൻ പറ്റും റെഡ്, ഗ്രീന്, ബ്ലൂ. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു കളറിൻ്റെ RGB റെപ്രസെൻറ്റേഷൻ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ഗെറ്റ് RGB എന്ന് പറയുന്ന മെത്തേഡ്. അടുത്ത മെത്തേഡാണ് ഇപ്പോൾ നമ്മൾ ഗ്രാഫിക്സ് ഉപയോഗിച്ചുകൊണ്ട്, ഗ്രാഫിക്സ് ഒബ്ജക്റ്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കളറെല്ലാം ഡ്രോ ചെയ്യും. അപ്പോൾ നമുക്ക് ഒരു ഡീഫോൾട്ട് ആയിട്ടുള്ള ഒരു ഫോർഗ്രൗണ്ട് കളറിലാണ് അത് ഡ്രോ ചെയ്യുക. അപ്പോൾ നമുക്ക് ആ കളറിനെ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡാണ് സെറ്റ് കളർ എന്ന് പറയുന്ന മെത്തേഡ്. ഇപ്പോൾ വോയിഡ് സെറ്റ് കളർ, ബ്രാക്കറ്റിനകത്ത് കളർ എന്ന് പറയുന്ന ക്ലാസ്, സ്പേസ്, നിങ്ങൾ ഏത് കളറാണോ ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുന്നത് ആ കളർ ഇവിടെ പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് കറൻറ്റ് കളർ എന്താണോ ആ കളർ, കറൻറ്റ് ഫോർഗ്രൗണ്ട് കളർ നമുക്ക് റിട്രീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ഗെറ്റ് കളർ എന്ന് പറയുന്ന മെത്തേഡ്. സോ കളർ സ്പേസ് ഗെറ്റ് കളർ. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് നോക്കിയത്? ഹ്യൂ സാച്ചുറേഷൻ ബ്രൈറ്റ്നെസ് നമ്മൾ നോക്കി, അതിനകത്ത് HSB ടു RGB, RGB ടു HSB. നെക്സ്റ്റ് നമ്മൾ നോക്കിയത് RGB വാല്യൂസ് റിട്രീവ് ചെയ്യാനുള്ളതാണ്. സെപ്പറേറ്റ് ആയിട്ട് റിട്രീവ് ചെയ്യണമെങ്കിൽ ഓരോന്നും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് പറയാം. ഒറ്റയടിക്ക് റിട്രീവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ആ പാക്ക് മൊത്തമായിട്ട് റിട്രീവ് ചെയ്യാൻ വേണ്ടിയിട്ട് RGB റെപ്രസെൻറ്റേഷൻ റിട്രീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഗെറ്റ് RGB എന്ന് പറഞ്ഞ മെത്തേഡ് യൂസ് ചെയ്യും. ഇനി ഫോർഗ്രൗണ്ട് കളർ ഡീഫോൾട്ട് ആയിരിക്കും, അത് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പുതിയ കളർ പ്രൊവൈഡ് ചെയ്യുക. സോ സെറ്റ് കളർ എന്ന് പറഞ്ഞ മെത്തേഡിൽ പാരാമീറ്റർ ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. ഇനി കറൻറ്റ് കളർ നമുക്ക് റിട്രീവ് ചെയ്യണമെങ്കിൽ ഗെറ്റ് കളർ എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് റിട്രീവ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നെക്സ്റ്റ് ഒരു സാമ്പിൾ പ്രോഗ്രാമാണ് പറയുന്നത്. ഈ സാമ്പിൾ പ്രോഗ്രാമിനകത്ത് നമ്മൾ ഒരു റെക്റ്റാങ്കിൾ ഡ്രോ ചെയ്യുന്നു, ഒരു ഫ്രെയിമിനകത്ത് 2 റെക്റ്റാങ്കിൾ ഡ്രോ ചെയ്യുന്നു. ഇപ്പോൾ ഫ്രെയിമിന് ബാക്ക്ഗ്രൗണ്ട് കളർ നമ്മൾ ചേഞ്ച് ചെയ്യുന്നു, അതേപോലെ 2 റെക്റ്റാങ്കിൾ വരയ്ക്കുന്നു. ഒന്ന് ഫിൽ ചെയ്യാത്ത റെക്റ്റാങ്കിൾ, പിന്നെ ഒന്ന് ഫിൽ ചെയ്ത റെക്റ്റാങ്കിൾ. അപ്പോൾ അതിൻ്റെ പ്രോഗ്രാമാണ്. സോ ഫ്രെയിമാണ്, അപ്പോൾ നമ്മൾ എക്സ്റ്റെൻസ് ഫ്രെയിം എന്ന് കൊടുത്തു. സോ ക്ലാസ്, ഒരു പുതിയ ക്ലാസ്സിൻ്റെ നെയിം കൊടുക്കുക,
എക്സ്റ്റെൻസ് എന്നുള്ള കീവേഡ് ഫ്രെയിം. ഓക്കെ, നമ്മൾ ഇൻഹെറിറ്റൻസ് വെച്ചിട്ട് നമ്മൾ ചെയ്യാണ്. ഇപ്പോൾ ഈ നമുക്ക് AWT ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ളത് കൊണ്ട് AWT പാക്കേജും കൊടുത്തു. ഇനി എന്ത് ചെയ്തു, നമ്മൾ കൺസ്ട്രക്ടറിനകത്ത് എന്ത് കൊടുത്തു, ബാക്ക്ഗ്രൗണ്ട് കളർ ചേഞ്ച് ചെയ്തു. അതായത് സെറ്റ് ബാക്ക്ഗ്രൗണ്ട് കളർ. സോ സെറ്റ്, അതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻബിൽട്ട് ആയിട്ടുള്ള മെത്തേഡാണ് സെറ്റ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. അതിൽ B ക്യാപിറ്റലാണ്. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ കളർ ക്ലാസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കളർ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ കളറിൽ C ക്യാപിറ്റലാണ്. ഡോട്ട് എന്താണ് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കണമെന്ന് വെച്ചാൽ അത്. അപ്പോൾ നമ്മളൊരു ഫ്രെയിം ക്രിയേറ്റ് ആയിട്ടുണ്ട്. ആ ഫ്രെയിമിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ എന്ത് വരും, റെഡ് എന്ന് വരും. ഓക്കെ, ഇനി നമുക്ക് ഈ ഫ്രെയിം വിസിബിൾ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് സെറ്റ് വിസിബിൾ. അതിൽ V ക്യാപിറ്റൽ വിസിബിൾ ആവണമെന്നുണ്ടെങ്കിൽ ട്രൂ എന്ന് കൊടുക്കുക. ഓക്കെ, അപ്പോൾ കൺസ്ട്രക്ടറിനകത്ത് നമ്മൾ ഫ്രെയിമിന് വിസിബിലിറ്റിയും കൊടുത്തു, ഫ്രെയിമിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളറും കൊടുത്തു. ഇനി നമുക്ക് എന്തെങ്കിലും ഫ്രെയിമിനകത്ത് ആപ്ലെറ്റിനകത്തൊക്കെ നമുക്ക് ഡ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ പെയിൻറ്റ് എന്ന് പറയുന്ന മെത്തേഡ് യൂസ് ചെയ്യണം. അതിനകത്ത് ഗ്രാഫിക്സ് ക്ലാസ് യൂസ് ചെയ്യണം. അപ്പോൾ നമ്മൾ പെയിൻറ്റ് എന്ന് പറയുന്ന മെത്തേഡിനകത്ത് എന്ത് കൊടുത്തു, സെറ്റ് കളർ. അതായത് ഇപ്പോൾ നമ്മൾ അതിൻ്റെ ഗ്രാഫിക്സ് ഒബ്ജക്റ്റ് ഉപയോഗിച്ചിട്ട് G.set കളർ ഡോട്ട് ഗ്രീൻ. അപ്പോൾ ഞാൻ ഒരു കളർ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഗ്രീൻ ആയിട്ട്. അതിന് ശേഷം റെക്റ്റാങ്കിൾ ഡ്രോ ചെയ്യാനുള്ള ഫംഗ്ഷൻ എഴുതി. അപ്പോൾ നമ്മൾ ഈ കോർഡിനേറ്റ് വെച്ചിട്ട് ഓക്കെ, അപ്പോൾ റെക്റ്റാങ്കിൾ ഡ്രോ ചെയ്യുമ്പോൾ സ്റ്റാർട്ടിങ് പോയിൻറ്റ് അല്ലേ, X0 Y0, പിന്നെ അതിൻ്റെ വിഡ്ത്തും അതിൻ്റെ ഹൈറ്റും. അപ്പോൾ ഇത്രയും XY കോർഡിനേറ്റ് വിഡ്ത്ത് ഹൈറ്റിലൊരു റെക്റ്റാങ്കിൾ ഡ്രോ ചെയ്യും. ആ ഡ്രോ ചെയ്ത റെക്റ്റാങ്കിളിൻ്റെ കളറാണ് ഗ്രീൻ എന്ന് പറയുന്നത്. അതിനുശേഷം ഞാൻ കളർ ക്ലാസ്സിന് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത്, എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക, ക്ലാസ് നെയിം ഒബ്ജക്റ്റ് നെയിം ഈക്വൽ ടു ന്യൂ ക്ലാസ് നെയിം. അതിന് ആ കളർ ക്ലാസ്സിൻ്റെ പാരാമീറ്ററായിട്ട് RGB വാല്യൂസ് പ്രൊവൈഡ് ചെയ്തു. ഓക്കെ, അതിന് ശേഷം എന്ത് ചെയ്തു, ഒരു കളർ സെറ്റ് ചെയ്തു. ഏതിൻ്റെ, ഈ C1 എന്ന് പറയുന്ന ഒബ്ജക്റ്റിൻ്റെ. അതിനുശേഷം ഞാൻ ഈ നമ്മൾ ഡ്രോ ചെയ്ത റെക്റ്റാങ്കിളിനെ നമ്മൾ ഫില്ല് ചെയ്യണം. വേറൊരു റെക്റ്റാങ്കിൾ ഡ്രോ ചെയ്യണം, അതിന് ഫില്ല് ചെയ്യാണ്. സോ അതിനും അതേപോലെ പാരാമീറ്റർ പാസ് ചെയ്തു. പുതിയ റെക്റ്റാങ്കിളിൻ്റെ പാരാമീറ്റേഴ്സാണിത്, XY കോർഡിനേറ്റേഴ്സ്, അതേപോലെ തന്നെ വിഡ്ത്തും ഹൈറ്റും അതിൻ്റെ കളറ്. അതിനുശേഷം മെയിൻ ഫംഗ്ഷൻ എഴുതി ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. സോ ഒരു റെക്റ്റാങ്കിൾ ഡ്രോവും ബാക്ക്ഗ്രൗണ്ട് റെഡ് കളർ, ഗ്രീൻ റെക്റ്റാങ്കിൾ, ഫില്ല് ചെയ്ത റെക്റ്റാങ്കിൾ.